വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ സദ്യ സ്റ്റൈലിലുള്ള സാമ്പാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നും എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും നോക്കാം. നമ്മുടെ സാമ്പാറിന് ആവശ്യമായിട്ടുള്ള കഷ്ണങ്ങളൊക്കെ നമ്മളിവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഞാനിവിടെ തക്കാളി, അമരപ്പയർ, പച്ചമുളക്, കുമ്പളങ്ങ, മുരിങ്ങയ്ക്ക, വഴുതനങ്ങ, ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, പടവലങ്ങ, സവോള. അപ്പോൾ ഇത്രയാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ സാമ്പാർ പരിപ്പും അതേപോലെ കൊച്ചുള്ളിയും കൂടെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ ഒരു പ്രഷർ കുക്കർ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 250 ഗ്രാം തുവരപ്പരിപ്പാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു 10 കൊച്ചുള്ളി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് വേവുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുത്ത് ഒരു 2 വിസിൽ വരുന്നവരെ ഒന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ പരിപ്പ് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കിനിയും അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കറികളൊക്കെ ഇട്ട് കൊടുക്കാം. നമ്മളിവിടെ വെണ്ടയ്ക്ക ഉപയോഗിക്കുന്നില്ല. വെണ്ടയ്ക്ക ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിനൊരു പെട്ടെന്നങ്ങ് വളിച്ചു പോകും, സാമ്പാറൊക്കെ പെട്ടെന്ന് വളിച്ചു പോകും വെണ്ടയ്ക്ക ചേർത്താൽ. അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെ വെണ്ടയ്ക്ക ചേർക്കുന്നില്ല. അപ്പം ഒരുപക്ഷെ വെണ്ടയ്ക്കയുടെ രുചി താല്പര്യമുള്ളവർക്കോ അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മൾ ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ സാമ്പാർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെണ്ടയ്ക്ക ചേർക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അത് ഒരു പകുതി വേവിന് ശേഷം ഒന്ന് വെണ്ടയ്ക്ക വഴറ്റി ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ നല്ലതാണ്. സദ്യ സ്റ്റൈലിലുള്ള സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വളരെ വേഗം തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. സദ്യയിലെ പ്രധാനപ്പെട്ട ഒരു വിഭവം തന്നെയാണ് സാമ്പാർ. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ ചാനൽ പുതിയതായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ.